ഈ വർഷം CBSE 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം ഈ വർഷം നിങ്ങൾ പരീക്ഷ എഴുതണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിലൊന്ന് നിങ്ങളെ അറ്റൻഡൻസ് ആണ്. 75% അറ്റൻഡൻസ് ഉള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ 2026 നടക്കാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങളുടെ പബ്ലിക് എക്സാം എഴുതാൻ വേണ്ടി സാധിക്കും. പുതിയ സർക്കുലർ CBSEയുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അതുപ്രകാരം 75% അറ്റൻഡൻസ് നിർബന്ധമാണ്, മാൻഡേറ്ററി ആണ്. അതുമാത്രമല്ല ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ CBSE എക്സാം കോഴ്സുമായി ബന്ധപ്പെട്ട അതിൻ്റെ എക്സാം വാല്യുവേഷൻ പോയിന്റുമായി ബന്ധപ്പെട്ട ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ നിങ്ങൾ ആദ്യമായി നമ്മുടെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് വേണ്ടി മറക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് നിർബന്ധമായും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പല ആളുകളുണ്ടായിരിക്കും വെറുതെ ഒരു ആവശ്യമില്ലാതെ, ചിലപ്പോൾ ഒരു കാരണം ഉണ്ടാവില്ല, വെറുതെ ലീവ് എടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. സോ അവനൊന്ന് അയച്ചു കൊടുക്കുക. അവനെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അവനോട് പറഞ്ഞു കൊടുക്കണം, മോനെ ഈ വർഷം പരീക്ഷ എഴുതണമെങ്കിൽ നീ കൃത്യമായി ക്ലാസ് റൂമിലേക്ക് വന്നു, അറ്റൻഡൻസ് ഇല്ലെങ്കിൽ പണിപാളും. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ശ്രദ്ധിച്ചോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്താ അറിയോ? ഈ വർഷത്തെ CBSEയുടെ മാറ്റം പ്രകാരം CBSE ഹാസ് ഫോർമലി ഡിക്ലെയർ ദാറ്റ് Class 10 and Class 12 will be treated as a 2-year program. അത് 2 വർഷം പ്രോഗ്രാം ആയിട്ടാണ് +1 +2 എങ്ങനെയാണോ CBSE കണക്കാക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ +1 +2 കോഴ്സ് എങ്ങനെയാണോ കണക്കാക്കുന്നത്, അതുപോലെ തന്നെയാണ് നിങ്ങൾ 9ാം ക്ലാസ്സിന്റെയും 10ാം ക്ലാസ്സിന്റെയും കോഴ്സ് അവർ കണക്കാക്കുന്നത്. അതായത് 2 വർഷത്തെ പ്രോഗ്രാം ആയിട്ട് കണക്കാക്കുന്നത്. അതുകൊണ്ട് 2 വർഷത്തെ CE അതായത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ മാർക്ക് നിങ്ങൾക്ക് നൽകണമെങ്കിൽ നിങ്ങൾ കൃത്യമായി ആ സ്കൂളിൽ 75% അറ്റൻഡൻസ് ഉള്ള വിദ്യാർത്ഥി ആയിരിക്കണം. കാരണം എന്താ കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ നിരന്തരമായി നിങ്ങളുടെ പെരുമാറ്റവും നിങ്ങളുടെ ബാക്കിയുള്ള കോ കരിക്കുലർ ആക്ടിവിറ്റീസും എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് ഒരു ടീച്ചർ നിങ്ങളുടെ CE മാർക്ക് ഇടുക. ആ CE മാർക്ക് ഇടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ സ്കൂളിൽ പോകണ്ടേ, ആ സ്കൂൾ ടീച്ചേഴ്സിന് നിങ്ങൾ അറിയണ്ടേ. അപ്പോൾ ഇത് കൃത്യമായി വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് ഈ വർഷം CBSE ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് കൃത്യമായി സ്കൂളിൽ പോയിക്കോ. നിങ്ങളെല്ലാ ഫ്രണ്ട്സും ഈ വീഡിയോ ഷെയർ ചെയ്തോ. ഇതുപോലെ CBSE നിങ്ങളുടെ ക്ലാസ് ഉൾപ്പെടെയല്ല നിങ്ങളുടെ പ്രധാനപ്പെട്ട എല്ലാ അപ്ഡേറ്റുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കേണ്ട. നിങ്ങളുടെ ക്ലാസ്സസ് CBSE വിദ്യാർത്ഥികളുടെ ക്ലാസ്സസ് നിരന്തരം നമ്മുടെ ചാനൽ നടന്നുകൊടുക്കുന്ന സൂപ്പർ സൺഡേ ഒക്കെ പേരിലോ. അപ്പോൾ നിങ്ങൾ ആദ്യമായി നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് ചാനൽ കയറി നോക്കുക. നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കിടിലൻ ക്ലാസ്സുകൾ ഇവിടെ സെറ്റാണ്, അവൈലബിൾ ആണ്. സോ വേഗം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തോ. മടിയനായിട്ട് ഒരു ചുമ വന്നാൽ ഒന്ന് തുമ്മിയാൽ അപ്പം ലീവ് എടുക്കുന്ന നിങ്ങളെ ചങ്കുണ്ടല്ലോ, വേഗം ഷെയർ ചെയ്ത് കൊടുത്തു. നിങ്ങളുടെ ആ കൺസേൺ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. സോ വൺസ് അഗൈൻ താങ്ക് യു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.